ഇവിടെ കാസർഗോഡ്, കണ്ണൂർ ജില്ലയിൽ തന്നെ അതിൻ്റെ വടക്കൻ മേഖലകളിൽ മാത്രമേ ഉള്ളൂ. ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ അതിൻ്റെ തെക്കൻ മേഖലയിൽ മാത്രമേ ഉള്ളൂ. ഈ പ്രദേശത്ത് ഒതുങ്ങിക്കഴിയുന്ന ഈ കലയെ സർക്കാരിൻ്റെ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ഒരു അക്കാഡമി പ്രവർത്തനം എന്ന നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും അതുപോലെ തന്നെ ഈ മേഖലകളിലെല്ലാം ജനപ്രതിനിധികളായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുമെല്ലാം വഹിച്ച പങ്ക് അതിനൊരിക്കലും നമുക്ക് കുറച്ച് കാണാൻ സാധിക്കുന്നതല്ല. പൂരക്കളി അക്കാദമിക്ക് ഒരു സ്ഥലം അനുവദിപ്പിക്കാനും കെട്ടിടം നിർമ്മിക്കാനും സാധിച്ചിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് അത് നിർവഹിക്കാൻ സാധിക്കാത്തത്. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘാടക സമിതി രൂപീകരണ യോഗം വെള്ളൂരിൽ വെച്ച് സംഘടിപ്പിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ഉദ്ഘാടനം നടക്കും എന്ന പ്രതീക്ഷ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ തർക്കം കാരണം നടന്നില്ല എന്നതാണ്. ഏതായാലും ആ തർക്കം പരിഹരിച്ച് സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനം എന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ പുതുതായി വരാൻ പോകുന്ന അതിൻ്റെ കമ്മിറ്റിയും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും യോജിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് പിലാക്കൽ അശോകൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. 2025 മാർച്ച് മാസം 14-ാം തീയതിയാണ് നമ്മുടെ ദാമോദര പണിക്കർ നമ്മളോട് വിട പറഞ്ഞത്. അതുപോലെ തന്നെ നവംബർ 14-നാണ് വെള്ളൂർ പി നാരായണൻ പൂരക്കളി ആചാര്യൻ നമ്മളോട് വിട പറഞ്ഞിട്ടുള്ളത്. രണ്ടുപേരുടെയും അന്നത്തെ ആ ചടങ്ങുകളിലും അനുസ്മരണ പരിപാടികളിലൊക്കെ നമ്മളൊക്കെ പങ്കെടുത്തതാണ്. പക്ഷെ ക്ഷേത്ര പൂരക്കളി അക്കാദമി നേരത്തെ തന്നെ ഇതുപോലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കുവാൻ മുന്നോട്ട് വന്നതാണ്. അപ്പോൾ ആണ് ഇലക്ഷനും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് പ്രതിസന്ധികളും നമ്മളെ മുന്നിൽ വന്നത്. അതുകൊണ്ടാണ് രണ്ടുപേരുടെയും അനുസ്മരണം ഒന്നിച്ച് ഇവിടെ വെച്ച് നടത്താമെന്ന് ഞങ്ങൾ ആലോചിച്ചു. സംസ്കൃത പണ്ഡിതനും മരത്തുകളി രംഗത്തെ അതികായനുമായ കരിവെള്ളൂർ VP ദാമോദരൻ പണിക്കർ പൂരക്കളിയും മരത്തുകളിയും പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച പൂരക്കളി പരിശീലകനും പൂരക്കളി പ്രതിഭയുമായ വെള്ളൂർ പി നാരായണൻ എന്നിവരെയാണ് ചടങ്ങിൽ വച്ച് അനുസ്മരിച്ചത്. അധ്യാപന രംഗത്തു നിന്നും വിരമിച്ച പൂരക്കളി പണിക്കരും ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയുമായ പ്രകാശൻ പണിക്കരെ ചടങ്ങിൽ ആദരിച്ചു. 2025 പൂരക്കളിക്കുള്ള അവാർഡുകൾ നേടിയ പൂരക്കളി കലാകാരന്മാരെയും
SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പരിപാടിയോടനുബന്ധിച്ച് അനുമോദിച്ചു. ചടങ്ങിന് ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി M. രാഘവൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ M. അപ്പുപണിക്കർ കരിവെള്ളൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. M. രാജീവൻ പണിക്കർ കൊയോങ്കര, രഘുനാഥ് കയ്യൂർ, രാജൻ പണിക്കർ കരിവെള്ളൂർ, കാട്ടാമ്പള്ളി നാരായണൻ, P. K. നാരായണൻ തുരുത്തി, സുരേന്ദ്രൻ പിലിക്കോട്, പ്രദീപൻ തുരുത്തി, ജനാർദ്ദനൻ മുഴക്കോത്ത്, N. V. പ്രകാശൻ പണിക്കർ, ശിവദാസൻ കണ്ണപുരം, ജനാർദ്ദനൻ കുറുവാട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് മറത്തുകളി സദസ്സും മറത്തുകളിയും നടന്നു. ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മീഡിയ, പയ്യന്നൂർ.